നമസ്കാരം. ഉത്കണ്ഠ കുറയ്ക്കാനും വിറയൽ ഒഴിവാക്കാനും സഹായിക്കുന്ന ബീറ്റാക്യാപ് TR20 ക്യാപ്സ്യൂളിനെ പറ്റിയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സൺ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. പ്രൊപ്പനോലോൾ കണ്ടന്റ് ആയിട്ടുള്ള മെഡിസിനാണ് ബീറ്റാക്യാപ് TR. സ്കോട്ടിഷ് ഫാർമക്കോളജിസ്റ്റായ സർ ജെയിംസ് ബ്ലാക്ക് ആണ് പ്രൊപ്പനോലോൾ കണ്ടുപിടിച്ചത്. 1960കളിൽ ഇമ്പീരിയൽ ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുമ്പോഴാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇതൊരു ബീറ്റ ബ്ലോക്കറാണ്. കൊറോണറി ആർട്ടറി ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ എന്നിവ ചികിത്സിക്കുന്നതിൽ ഇതിന്റെ കണ്ടുപിടുത്തം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ നെഞ്ചുവേദനയായ ആൻജിന, നിയന്ത്രിക്കാനാവാത്ത ഹൃദയമിടിപ്പ് എന്നിവ ചികിത്സിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. ഹൃദയത്തെയും രക്തക്കുഴലുകളെയും ബാധിക്കുന്ന ശരീരത്തിൽ നാച്ചുറലായി ഉണ്ടാകുന്ന ചില വസ്തുക്കളുടെ പ്രവർത്തനം തടഞ്ഞുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു. രക്തക്കുഴലുകൾക്ക് റിലാക്സ് നൽകി രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ബീറ്റ1, ബീറ്റ2 അഡ്രിനർജിക് റിസപ്റ്ററുകളെ പ്രൊപ്പനോലോൾ തടയുന്നു. അങ്ങനെ അഡ്രിനാലിൻ എഫക്റ്റ് കുറയ്ക്കുന്നു. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായ അഡ്രിനർജിക് റിസപ്റ്ററുകളാണ് ബീറ്റ1, ബീറ്റ2 എന്നിവ. അപകടകരമോ സമ്മർദ്ദമോ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ പ്രതികരിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ഇത്തരം സന്ദർഭങ്ങളിൽ ഹൃദയമിടിപ്പ് വേഗത്തിലാക്കാനും കൂടുതൽ ഓക്സിജനോ മറ്റെന്തെങ്കിലും റെസ്പോൺസോ ആവശ്യമുള്ള ശരീരഭാഗങ്ങളിലേക്ക് കൂടുതൽ രക്തം എത്തിക്കാനും ഇവ സഹായിക്കുന്നു. ബീറ്റ1, ബീറ്റ2 അഡ്രിനർജിക് റിസപ്റ്ററുകൾ അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ, നോറാഡ്രിനാലിൻ അഥവാ എന്നീ ഹോർമോണുകളോട് റെസ്പോണ്ട് ചെയ്യുകയും സ്ട്രെസ്ഫുൾ ആയതോ ഭയപ്പെടുത്തുന്നതോ ആയ സംഭവങ്ങളോട് ഓട്ടോമാറ്റിക്കൽ ഫിസിയോളജിക്കൽ റിയാക്ഷൻ നടത്തുകയും ചെയ്യുന്നു. അതായത് ഇത്തരം സാഹചര്യങ്ങളിൽ അവയെ പ്രതിരോധിക്കുന്നതിനോ പ്രതികരിക്കാതിരിക്കുന്നതിനോ ശരീരത്തെ തയ്യാറാക്കുന്നു. മനുഷ്യരിലും മൃഗങ്ങളിലും അവയുടെ നിലനിൽപ്പിന് ദോഷകരമായ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണിത്. അപകടമോ സ്ട്രെസ്സോ ഉണ്ടാകുമ്പോൾ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം അഡ്രീനൽ ഗ്രന്ഥിയിലേക്ക് സിഗ്നലുകൾ അയക്കുന്നു. ഇത് നോറഡ്രിനാലിൻ പോലുള്ള ഹോർമോണുകൾ പുറത്തുവിടുന്നു. വൃക്കകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ത്രികോണാകൃതിയിലുള്ള ചെറിയ ഗ്രന്ഥികളാണ് അഡ്രിനാലിൻ. ഇവ സുപ്രറൈനൽ ഗ്രന്ഥികൾ എന്നും അറിയപ്പെടുന്നു. മെറ്റബോളിസം, രോഗപ്രതിരോധ സംവിധാനം, രക്തസമ്മർദ്ദം, മറ്റവശ്യ പ്രതികരണങ്ങൾ എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണുകൾ ഇവ ഉൽപ്പാദിപ്പിക്കുന്നു. നോറാഡ്രിനാലിൻ പോലുള്ള ഹോർമോണുകളെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ എന്നും അറിയപ്പെടുന്നു. ഇവ ശാരീരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം ഇവ വർദ്ധിക്കുന്നു. ശ്വസനം വേഗത്തിലും ആഴം കുറഞ്ഞതുമായി തീരുന്നു. സ്കിൻ കൂടുതൽ വിയർക്കുകയോ തണുപ്പിക്കുകയോ ഗൂസ് ബംസ് ഉണ്ടാക്കുകയോ ചെയ്യുക. തല ചലിപ്പിക്കാതെ സൈഡിലേക്കും മുകളിലേക്കും താഴേക്കും കാണാൻ കഴിയുന്ന പെരിഫറൽ വിഷൻ വർദ്ധിപ്പിക്കുന്നു. കേൾവി മെച്ചപ്പെടുന്നു. രക്തം കട്ട പിടിക്കുന്നതിനുള്ള ഘടകങ്ങൾ വർദ്ധിപ്പിക്കുന്നു. വേദന താൽക്കാലികമായി കുറയുന്നു. ദഹനം സാവധാനത്തിലാക്കുന്നു. പ്രത്യുൽപാദന വളർച്ചാ ഹോർമോണുകളുടെ ഉൽപാദനം താൽക്കാലികമായി നിർത്തുന്നു. ഇവയൊക്കെയാണ് ഇതിന്റെ പ്രതികരണങ്ങൾ. കൂടാതെ ഉത്കണ്ഠ, വിറയൽ, ഗ്ലൂക്കോസിന്റെ ഡെൻസിറ്റി എന്നീ ശാരീരിക മാറ്റങ്ങളും ഉണ്ടാകാം. ബീറ്റ1 അഡ്രിനർജിക് റിസപ്റ്ററുകൾ ഹൃദയത്തിലും വൃക്കകളിലും കാണപ്പെടുന്നു. ഹൃദയധമനികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിൽ അവ പ്രധാന പങ്ക് വഹിക്കുന്നു. ബീറ്റ2 അഡ്രിനർജിക് റിസപ്റ്ററുകൾ ശരീരത്തിൽ മുഴുവനും കാണപ്പെടുന്നു. ഇവ ശ്വാസകോശത്തിലെ പേശികൾക്ക് റിലാക്സ് നൽകുകയും ശ്വാസനാളത്തിന്റെ വികാസത്തിനും എയർ ഫ്ലോ മെച്ചപ്പെടുന്നതിനും കാരണമാകുന്നു. ബീറ്റ2 റിസപ്റ്റർ ആക്ടിവേഷൻ രക്തക്കുഴലുകളുടെ സ്മൂത്ത് മസിൽസുകൾക്ക് റിലാക്സ് നൽകുന്നു. ഇത് രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവയ്ക്ക് മസിൽസ് ചുരുങ്ങുന്നത് വർദ്ധിപ്പിക്കാനും അവയ്ക്ക് ഊർജ്ജം ലഭിക്കുന്നതിനുമായി ഗ്ലൂക്കോസ്, ഫാറ്റി ആസിഡുകൾ എന്നിവ ശേഖരിച്ചു വയ്ക്കുന്നതിനും കഴിയുന്നു. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസിലേക്ക് മാറ്റുന്നതിനെ എൻകറേജ് ചെയ്യുകയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പ്രൊപ്പനോലോൾ ഒരു നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കറാണ്. അതായത് ബീറ്റ1, ബീറ്റ2 അഡ്രിനർജിക് റിസപ്റ്ററുകളെ ഇത് തടയുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനാൽ ഹൃദയമിടിപ്പും ഹൃദയം ചുരുങ്ങുന്നതിന്റെ ശക്തിയും കുറയുന്നു. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദയത്തിന് കൂടുതൽ ഓക്സിജൻ ആവശ്യമായി വരുന്ന സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ തടയുന്നത് ശ്വാസകോശവും രക്തക്കുഴലുകളും ചുരുങ്ങുന്നതിനിടയാക്കാം. അതിനാൽ ആസ്മ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഉള്ള രോഗികളിൽ ഇത് ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കേണ്ടത്. ബീറ്റാക്യാപ് TR20 ക്യാപ്സ്യൂൾ രക്തക്കുഴലുകൾക്ക് റിലാക്സ് നൽകുന്നതിനാൽ ശരീരത്തിൽ രക്തം കൂടുതൽ സ്മൂത്തായി ഒഴുകുകയും ഹൃദയത്തിന് നല്ല ഓക്സിജൻ ലഭിക്കുകയും ചെയ്യുന്നു. ഇത് ആൻജീന മൂലമുള്ള നെഞ്ചുവേദന കുറയ്ക്കുന്നു.
അരിഹ്മിയ എന്ന ക്രമം തെറ്റിയുള്ള ഹൃദയമിടിപ്പ് തടയുന്നതിനും സാധാരണ നിലയിലാക്കാനും ഈ മെഡിസിൻ ഉപയോഗിക്കുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിൽ മുഴുവനും രക്തം എളുപ്പത്തിൽ പമ്പ് ചെയ്യുന്നതിനും ഹൃദയത്തെ സഹായിക്കുന്നു. ഇത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. അറ്റാക്ക് വന്നയുടൻ ഇത് കഴിക്കുന്നത് അപകട സാധ്യത കുറയ്ക്കുന്നു. ഇതിൻ്റെ ഫലപ്രദമായ റിസൾട്ട് കിട്ടുന്നതിന് മെഡിസിൻ പതിവായി കഴിക്കണം. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിസിൻ നിർത്തരുത്. രക്തക്കുഴലുകളെ റിലാക്സ് ചെയ്യിക്കുന്നതിനാൽ ശരീരത്തിൽ മുഴുവൻ സ്മൂത്തായി രക്തം പമ്പ് ചെയ്യുന്നതിന് സാധിക്കുന്നു. അങ്ങനെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും സ്ട്രോക്ക്, ഹൃദയാഘാതം, വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ വരുന്നത് തടയുകയും ചെയ്യുന്നു. ആൻസൈറ്റി അഥവാ ഉത്കണ്ഠയുണ്ടാക്കുന്ന രാസവസ്തുക്കൾ പുറത്തുവിടുന്നതിൽ നിന്ന് ബീറ്റാക്യാപ് TR20 ക്യാപ്സ്യൂൾ തലച്ചോറിനെ തടയുന്നു. അതിനാൽ അമിതമായ ഉത്കണ്ഠയെയും അതിൻ്റെ ലക്ഷണങ്ങളെയും കുറയ്ക്കാൻ കഴിയുന്നു. ഇത് അസ്വസ്ഥത, ക്ഷീണം, കോൺസെൻട്രേഷൻ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇറിറ്റേഷൻ, ഉറക്ക പ്രശ്നങ്ങൾ എന്നിവയും കുറയ്ക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും വിറയലുണ്ടാക്കുന്ന പേശികളുടെ അസാധാരണ പ്രവർത്തനം തടയാനും സഹായിക്കുന്നതിനാൽ വിറയൽ കുറയ്ക്കുന്നു. തലച്ചോറിലെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും മൈഗ്രെയിന് കാരണമാകുന്ന മസിൽസിന്റെ പ്രവർത്തനം തടയുന്നതിനും ഇത് സഹായിക്കുന്നു. ക്രോമാഫിൻ സെല്ലുകൾ എന്നറിയപ്പെടുന്ന കോശങ്ങളിൽ നിന്നും വളരുന്ന ഒരുതരം ന്യൂറോ എൻഡോക്രൈൻ ട്യൂമറാണ് ഫിയോക്രോമോസൈറ്റോമ. ഇവ ശരീരത്തിനാവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും അഡ്രീനൽ ഗ്രന്ഥിയിൽ കാണപ്പെടുകയും ചെയ്യുന്നു. ഫിയോക്രോമോസൈറ്റോമ നീക്കം ചെയ്യുന്നതിനുള്ള സർജറി ചെയ്യുമ്പോൾ അസാധാരണമായി രക്തസമ്മർദ്ദം ഉയരാൻ സാധ്യതയുണ്ട്. സർജറി സമയം അഡ്രീനാലിൻ ഹോർമോണുകളുടെ വർധനവ് കുറയ്ക്കാനും ഇത് ഉപയോഗിക്കുന്നു. ബീറ്റാക്യാപ് TR20 ക്യാപ്സ്യൂൾ ഹൃദയത്തിലും രക്തക്കുഴലുകളിലുമുള്ള ചില രാസവസ്തുക്കളെ തടയുന്നു. ഇത് ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കി ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയും ചെയ്യുന്നു. വളരെ ഉയർന്ന രക്തസമ്മർദ്ദം, അതായത് ഹൈപ്പർ ടെൻസീവ് എമർജൻസി, പെട്ടെന്ന് കുറയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ബീറ്റാക്യാപ് TR20 ക്യാപ്സ്യൂൾ വളരെ ഫലപ്രദമായ മെഡിസിൻ ആണെങ്കിലും ചിലരിൽ ഇത് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നു. ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നിടത്തു നിന്നും എഴുന്നേൽക്കുമ്പോൾ തലകറക്കം, അസാധാരണമായ ക്ഷീണം, ഓക്കാനം, ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിനാൽ കൈകാലുകൾക്ക് തണുപ്പ് അനുഭവപ്പെടുക, ഉറക്കമില്ലായ്മ തുടങ്ങിയവയാണ് ഇതിന്റെ സാധാരണ പാർശ്വഫലങ്ങൾ. ആസ്മയോ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോ ഉള്ളവരിൽ ശ്വാസതടസ്സം, ഡയേറിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ, വിഷാദമോ മാനസികാവസ്ഥയിലെ മറ്റു മാറ്റങ്ങളോ അനുഭവപ്പെടുക, ഇംപൊട്ടൻസ് എന്നിവയും ചിലരിൽ അനുഭവപ്പെടാം. റാഷസ്, ചൊറിച്ചിൽ, നീർവീക്കം, കടുത്ത തലകറക്കം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നീ അലർജി റിയാക്ഷൻസ്, സാവധാനത്തിലോ ക്രമം തെറ്റിയുള്ളതോ ആയ ഹൃദയമിടിപ്പ്, കാലുകളുടെയോ കണങ്കാലുകളുടെയോ വീക്കം, പെട്ടെന്നുള്ള വിശദീകരിക്കാനാകാത്ത ശരീരഭാരം, അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള കുറഞ്ഞ ഹൈപ്പോടെൻഷൻ തുടങ്ങിയ അപൂർവവും ഗുരുതരവുമായ പാർശ്വഫലങ്ങളും ചിലപ്പോഴുണ്ടാകാം. കടുത്ത അലർജി, ആസ്മ, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ഷുഗർ, തൈറോയിഡ് എന്നീ രോഗങ്ങളുള്ളവർ ഡോക്ടറോട് വിവരം പറഞ്ഞ ശേഷം മാത്രം ബീറ്റാക്യാപ് TR20 ക്യാപ്സ്യൂൾ ഉപയോഗിക്കുക. കാൽസ്യം ചാനൽ ബ്ലോക്കറുകൾ, മറ്റ് ബീറ്റ ബ്ലോക്കറുകൾ, ചില ആന്റി ഡിപ്രസന്റുകൾ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് ചില മരുന്നുകളുമായി ഇതിന് ഇന്ററാക്ട് ചെയ്യാൻ കഴിയും. അതിനാൽ കഴിക്കുന്ന എല്ലാ മരുന്നുകളെക്കുറിച്ചും ഡോക്ടറോട് പറയേണ്ടതാണ്. പ്രഗ്നൻസി സ്റ്റേജിലുള്ളവരും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരും മെഡിക്കൽ അഡ്വൈസ് തേടിയ ശേഷം മാത്രമേ മെഡിസിൻ ഉപയോഗിക്കാവൂ. സാധാരണ പാർശ്വഫലങ്ങൾ ശരീരം മരുന്നുമായി പൊരുത്തപ്പെടുമ്പോൾ മാറുന്നവയാണെങ്കിലും ഇവ മാറാതിരിക്കുകയോ ഗുരുതരമായ സൈഡ് എഫക്ട്സ് അനുഭവപ്പെടുകയോ ചെയ്താൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. ഒഴിഞ്ഞ വയറിൽ കഴിക്കുന്നത് രക്തത്തിലേക്ക് മെഡിസിൻ നന്നായി ആഗിരണം ചെയ്യാൻ സഹായിക്കും. മെഡിസിനോടൊപ്പം നട്ട്സ്, ഡാർക്ക് ചോക്ലേറ്റ്, വെണ്ണ, മീറ്റ്, ഒലീവ് ഓയിൽ തുടങ്ങിയ കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എല്ലാ ദിവസവും കൃത്യസമയത്ത് കൃത്യമായ അളവിൽ പറയുന്ന കാലയളവ് വരെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. മെഡിസിന്റെ ഏതെങ്കിലും ഡോസ് മറന്നുപോയാൽ ഉടൻ തന്നെ അത് കഴിക്കുക. എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ഡോസ് ഇരട്ടിയാക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.